ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ഒരു ഫോട്ടോ ആണ്. എന്തിന്റെയാണ്? ഗുസാഡി ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഒരു ഇന്നർ പേജിൽ ഉണ്ടായിരുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗുസാഡി ഡാൻസ് എന്താണെന്നും ഇത് ഏത് കമ്മ്യൂണിറ്റി പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയുടെ നൃത്തരൂപമാണെന്നും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ ഗുസാഡി ഡാൻസ് പെർട്ടിക്കുലർലി ഗോണ്ട് ട്രൈബിന്റെ, പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആന്ധ്രാപ്രദേശ് തെലങ്കാന റീജിയനിലുള്ള രാജ്ഗോണ്ട് കമ്മ്യൂണിറ്റിയുടെ ഒരു ഫോക്ക് ഡാൻസ് ആണ് ഈ ഗുസാഡി ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ പലപ്പോഴും ചിലപ്പോൾ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം ഗുസാഡി ഡാൻസ് റിലേറ്റഡ് ടു വിച്ച് ട്രൈബൽ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. അല്ലെങ്കിൽ ആൻസർ റൈറ്റിങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെറിറ്റേജിലൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആർട്ട് ആൻഡ് കൾച്ചറിലൊക്കെ ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് വെച്ച് പഠിക്കുക. സോ ഗുസാഡി ഡാൻസ് എന്താണ്? ഗുസാഡി ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോക്ക് ഡാൻസ് ആണ്. ഏത് കമ്മ്യൂണിറ്റിയുടെ? ഗോണ്ട് കമ്മ്യൂണിറ്റി. പെർട്ടിക്കുലർലി ഏത് ഗോണ്ട്? ആന്ധ്രാപ്രദേശ്, നമ്മളുടെ സദേൺ റീജിയനുകളിൽ കണ്ടുവരുന്ന നമ്മളുടെ രാജ്ഗോണ്ട് കമ്മ്യൂണിറ്റിയുടെ ഒരു ഡാൻസ് രൂപമാണ്. അവര് ഇങ്ങനെ പീലി കൊണ്ട് എന്ത് ചെയ്യും? ഒരു തലപ്പാവൊക്കെ കെട്ടിയിട്ട് ദെൻ താഴേക്കൊരു ക്ലോത്തും ധരിച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഉറഞ്ഞ് ആടുന്ന ഒരു ഡാൻസ് രൂപമാണ്. അല്ലെങ്കിൽ അവരുടെ പ്രത്യേകമായിട്ടുള്ള എന്താണ് ഹാൻഡ് മൂവ്മെന്റ്സിലൂടെയും ലെഗുകളുടെ മൂവ്മെന്റ്സിലൂടെയും നടത്തുന്ന ഒരു ഡാൻസ് രൂപമാണ് ഈ ഗുസാഡി ഡാൻസ്. സോ ഗുസാഡി ഡാൻസ് കണക്റ്റഡ് ടു ഗോണ്ട് ട്രൈബ് ഇൻ ആന്ധ്രാപ്രദേശ് തെലങ്കാന റീജിയൻ. ഓക്കെ. സോ ഈ അവസരത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി കണക്ട് ചെയ്യാണ്. എന്താണ് ഈ ഗോണ്ട് കമ്മ്യൂണിറ്റി? ആരാണ് ഈ ഗോണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? സോ ഗോണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തനിക് ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ഈ ഗോണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെർട്ടിക്കുലർലി 1 കോടിയോളം ആളുകൾ, ഏകദേശം 1.1 മില്യൺ ആളുകൾ എവിടെയുണ്ട്? ഗോണ്ട് കമ്മ്യൂണിറ്റിയിലുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എവിടെയാണ്? നമ്മളുടെ മധ്യപ്രദേശ് റീജിയൻ, അതുമായി അനുബന്ധപ്പെട്ട് കിടക്കുന്ന റീജിയനുകളിലാണ് ഗോണ്ട് കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നത്. ഓക്കെ. സോ എന്താണ് ഗോണ്ട്, എങ്ങനെ ഈ പേര് വന്നത്? ഗോണ്ട് കമ്മ്യൂണിറ്റി ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നതായിരുന്നു നമ്മളുടെ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ മുന്നത്തെ പേര്. സോ ഗോണ്ട്വാന ലാൻഡ്. സോ ആ ഒരു ഗോണ്ട്വാന ലാൻഡിൽ നിന്നാണ് ഗോണ്ട് കമ്മ്യൂണിറ്റിക്ക് ഗോണ്ട് എന്ന് പറയുന്ന പേര് കിട്ടിയത്. സോ പണ്ട് മുതലേ ഇവിടെ നിലനിൽക്കുന്നവർ എന്ന് അർത്ഥം വരുന്ന ഗോണ്ട് എന്ന് പറയുന്ന വാക്കിൽ, അല്ലെങ്കിൽ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഇവർക്ക് ഈ പേര് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ. സോ പല തരത്തിലുള്ള ഗോണ്ട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ആന്ധ്രാപ്രദേശ് തെലങ്കാന റീജിയനുകളിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് രാജ്ഗോണ്ട് കമ്മ്യൂണിറ്റിയുടെയാണ്. അവരുടെ ഡാൻസ് ആണ് ഗുസാഡി ഡാൻസ് എന്ന് പറയുന്നത്. മാഡിയ, ദെൻ ദുർവേ ഗോൺസ് ആൻഡ് കത്തൂൽവാർ ഗോണ്ട്. ഇങ്ങനെ 4 തരത്തിലാണ് പ്രധാനമായിട്ടും ഗോണ്ട് കമ്മ്യൂണിറ്റീസ് ഉള്ളത്. സോ ഇതെല്ലാം നിങ്ങൾ കാണാപ്പാടും ഇങ്ങനെ ഓർത്ത് ഇരിക്കേണ്ട. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, 4 തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റികൾ ഉണ്ട്. ദെൻ രാജ് ഗോണ്ട് എന്ന് പറഞ്ഞിട്ട് മാഡിയ ഗോൺസ്. സോ പിന്നെ എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെയിൻസ് അല്ലെങ്കിൽ പ്രിലിംസ് ഒരു ക്വസ്റ്റനിൽ പെട്ടെന്ന് എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ രാജ്, മാഡിയ, ദുർവേ ആൻഡ് കത്തൂൽവാർ ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വാട്ട് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. ചോദിക്കാനായിട്ട് സാധ്യതയൊന്നുമില്ല, പക്ഷെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ എന്തോ ട്രൈബലുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു 4 ക്ലാസിഫിക്കേഷൻസ് ഞാൻ ന്യൂസ് അനാലിസിസ് നടത്തിയപ്പോൾ കണ്ടിരുന്നത്. ചിലപ്പോൾ ട്രൈബൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഉത്തരത്തിൽ ഗോണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ പഠിച്ച ട്രൈബൽ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. സോ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണാപ്പാടൊന്നും പഠിക്കേണ്ട, നിങ്ങളൊന്ന് കേൾക്കുക, മറന്നു കളഞ്ഞേക്കുക, സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുക, അത്രേ ഉള്ളൂ. ഓക്കെ. സോ എവിടെയാണ്? മധ്യപ്രദേശ് റീജിയനിലാണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ. സോ ഗോണ്ട് എന്ന് പറയുന്ന പേര് വന്നതിന്റെ ഒരു അർത്ഥം ഞാൻ പറഞ്ഞു. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവര് മില്ലറ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് മില്ലറ്റ് ആഹാരമായിട്ട് കഴിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. 2 തരത്തിലുള്ള മില്ലറ്റ് ഇവര് ആഹാരമായിട്ട് കഴിക്കാറുണ്ട്. ദെൻ ഹിന്ദു കൾച്ചറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ദസറ ഫെസ്റ്റിവല്, നമ്മളുടെ ദസറ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് ആര്? ഗോണ്ട്. സോ അവർക്ക് പെർട്ടിക്കുലർലി അവരുടെ ഫെസ്റ്റിവലുകൾ ഉണ്ട്. എന്നാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദസറ ഫെസ്റ്റിവൽ കൂടിയിട്ട് ഇവര് ഇപ്പൊ രാജ്ഗോണ്ട് ആണെങ്കിലും പല ഗോണ്ട് കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും ആഘോഷിക്കാറുണ്ട് ദസറ ഫെസ്റ്റിവൽ. സോ അവിടെ ഒരു കണക്ഷന്റെ റേറ്റ് വരുന്നുണ്ട്. സോ അതാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഗോണ്ട് കമ്മ്യൂണിറ്റീസ് ആണ്. എവിടെയാണ്? പ്രധാനമായിട്ടും മധ്യപ്രദേശ് റീജിയനിലാണ്. ദെൻ ഇത് ഒരു ദ്രവീഡിയൻ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ പലപ്പോഴും കണക്കാക്കാറുണ്ട് കേട്ടോ. അതായത് ദ്രവീഡിയൻ സ്പീഷീസ് ഉള്ള, അല്ലെങ്കിൽ ദ്രവീഡിയൻ എന്താണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഗോണ്ട് കമ്മ്യൂണിറ്റിയെ നമ്മൾ പലപ്പോഴും
കണക്കാക്കാറുണ്ട്. ഓക്കെ, സോ ദ്രവീഡിയൻ കമ്മ്യൂണിറ്റി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ അത് തെറ്റാണല്ലോ, മധ്യപ്രദേശിൽ മാത്രമാണ് മധ്യപ്രദേശാണ് പ്രൊമിനന്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തെ തെറ്റായി എടുക്കരുത്. ദ്രവീഡിയൻ കമ്മ്യൂണിറ്റി ആയിട്ട് അല്ലെങ്കിൽ ദ്രവീഡിയൻ ഹിസ്റ്റോറിക്കൽ കണക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവരെ കണക്കാക്കാറുണ്ട്. സോ ദ്രവീഡിയൻ കമ്മ്യൂണിറ്റി ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ മധ്യപ്രദേശ് റീജിയനുകളിൽ ഉണ്ടാവില്ല. അത് കുറച്ചും കൂടി മുകളിലേക്കല്ലേ നമ്മൾ മാപ്പൊക്കെ വരച്ച് പഠിച്ച് നമ്മൾക്ക് അറിവ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ട് നമ്മളുടെ റോങ് അസംഷൻസ് നമ്മൾ എടുക്കും. സോ അങ്ങനെ ചിന്തിക്കരുത്. ഗോൺ കമ്മ്യൂണിറ്റീസ് എവിടെയൊക്കെ ഉണ്ട്? പല ഭാഗങ്ങളിലുണ്ട്. കാരണം 4 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് പല ഭാഗങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, സോ ആ കാര്യം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് ആൻ ഓപ്പൺ എഡിറ്റോറിയൽ ബൈ രംഗരാജൻ സാർ. നമ്മളുടെ പഴയ RBI ഗവർണറായിട്ട് ഇരുന്നിരുന്ന ആളാണ് രംഗരാജൻ സാർ. സോ ഇദ്ദേഹം ഇപ്പോൾ മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ ചെയർമാൻ ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യയിലെ എക്കണോമിക് കാര്യങ്ങളിൽ ഒരു ലാസ്റ്റ് വാക്ക് എന്നൊക്കെ പറയുന്ന കുറച്ച് ആളുകൾ, ഇപ്പൊ രഘുരാജനാണെങ്കിലും ഡിഫറെന്റ് ആളുകളുണ്ട്. സോ അങ്ങനെ ഒരു ലാസ്റ്റ് വേർഡ് അല്ലെങ്കിൽ ഒരു പ്രൊമിനന്റ് വേർഡ് ഒക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ് ഈ രംഗരാജൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇവിടെ GST റിഫോംസിനെ ഇദ്ദേഹം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്തിരിക്കുകയാണ്. ആരുടെ പെർസ്പെക്റ്റീവില്? ഗവൺമെന്റിന്റെ പെർസ്പെക്റ്റീവില്. ഓക്കെ, ഇത് പറയുന്നതിന് മുൻപ് എനിക്ക് 2 കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് 2 കാര്യങ്ങൾ? ഒന്ന്, എന്താണ് ഡിസ്പോസബിൾ ഇൻകം? ഒന്നാമത്തെ ചോദ്യം, ഡിസ്പോസബിൾ ഇൻകം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ടാക്സ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്താണ് ഡിസ്പോസബിൾ ഇൻകം, ടാക്സബിൾ ഇൻകം, ഡിസ്പോസബിൾ ഇൻകം, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇൻകം വരുമാനം, ഡിസ്പോസബിൾ വരുമാനം, ടാക്സബിൾ വരുമാനം, ഇത് തമ്മിൽ എന്താ വ്യത്യാസം? സോ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടാക്സുകളും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിവിഡൻറ്റുകളെല്ലാം കിട്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാ പേയ്മെന്റുകളും, ഇനി നമുക്ക് ഗവൺമെന്റിന് കൊടുക്കേണ്ട പേയ്മെന്റുകൾ, സോഷ്യൽ സെക്യൂരിറ്റിക്ക് കൊടുക്കേണ്ട പേയ്മെന്റുകൾ എല്ലാം കൊടുത്തതിന് ശേഷം നമ്മളുടെ ഒരു പേഴ്സണിലേക്ക് ഡിസ്പോസ് ചെയ്യുന്ന, അതായത് ഒരു പേഴ്സണിന് കൊടുക്കാൻ പറ്റുന്ന അവസാനത്തെ ഇൻകം, അതിനെയാണ് ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗവൺമെന്റ് അല്ലെങ്കിൽ നിങ്ങളിപ്പോ IAS കാരനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ IPS കാരനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടും, സാലറി കിട്ടും. ആ സാലറീനെ എന്ത് പറയും? നമ്മൾ നോർമൽ ഇൻകം എന്ന് പറയും. ദെൻ അത് ഇത്ര പെർസെന്റേജിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ടാക്സ് വാല്യൂ ചെയ്യാനായിട്ടുള്ള ഇൻകം, അതിനെയാണ് ടാക്സബിൾ ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ടാക്സബിൾ ഇൻകം. ദെൻ നിങ്ങൾ IAS ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സാലറിയിലൂടെ വരുമാനം കിട്ടി. നിങ്ങളുടെ വീട്ടുകാർക്ക് ഒരു ബിസിനസ് ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. ദെൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ? നിങ്ങൾക്കൊരു കടമുറി നമ്മളുടെ പാളയം മാർക്കറ്റിൽ ഒരു 2 നില കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് റെന്റ് കിട്ടുന്നുണ്ട്. സോ ഇതിനെല്ലാം കൂടി കൂട്ടിയിട്ടുള്ള സാലറിനെയാണ് നമ്മൾ ടാക്സബിൾ ഇൻകം. ഇനി ഈ ഇൻകത്തിലാണ് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടാക്സബിൾ ഇൻകം എന്ന് വിളിക്കുന്നത്. ദെൻ ടാക്സുകൾ കൊടുത്തു, സോഷ്യൽ സെക്യൂരിറ്റിക്കുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തു, ബാക്കിയെല്ലാം കൊടുത്തതിന് ശേഷം, അതായത് ലെജിറ്റിമൈസ്ഡ് ആയിട്ടുള്ള എല്ലാ പേയ്മെന്റുകളും കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ അവസാനം ഉണ്ടാകുന്ന എമൗണ്ടിനെയാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് വിളിക്കുന്നത്. സോ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ദെൻ രണ്ടാമത്തെ കാര്യം എന്താണ്? ടാക്സ് ബേസ്. ടാക്സ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകളാണ് നമ്മളുടെ ടാക്സ് റെമിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യുന്നത്, ഇതിനെയാണ് ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ 150 കോടി ജനങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും ഇൻകം ടാക്സ് പേ ചെയ്യുന്നുണ്ടോ? ഇല്ല, എല്ലാവരും ഇൻകം ടാക്സ് പേ ചെയ്യുന്നില്ല. സോ അങ്ങനെ ഇൻകം ടാക്സ് പേ ചെയ്യാനായിട്ട് കെൽപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് പേ ചെയ്യാനായിട്ട് നിയമപരമായിട്ട് ബാധ്യതയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാക്സ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻകം ടാക്സ് വരുമാനം കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനോ. ഇൻകം ടാക്സ് വരുമാനം കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന്, നമുക്ക് ഇൻകം ടാക്സിന്റെ റേറ്റ് കൂട്ടാം. അതായത് 10% ഇൻകം ടാക്സ് വാങ്ങിച്ചിരുന്നത്, എക്സാമ്പിൾ ആണ്, 10% ഇൻകം ടാക്സ് വാങ്ങിച്ചിരുന്നത് നമുക്ക് വേണമെങ്കിൽ 20% ഇൻകം ടാക്സ് വാങ്ങിക്കാം. സോ നമുക്ക് 10% അധികം അല്ലെങ്കിൽ 100% ഇൻക്രീസ് ടാക്സിൽ നമുക്ക് വാങ്ങാൻ പറ്റും. അതായത് റേറ്റുകൾ ഇൻക്രീസ് ചെയ്യാം. അല്ലെങ്കിൽ ടാക്സ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു വഴി എന്താണ്? മറ്റൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ 10% നമ്മൾ ഇൻകം ടാക്സ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. സോ ഇപ്പോ ഒരു 5 കോടി ആളുകൾ മാത്രമേ ടാക്സ് ബേസിൽ ഉൾപ്പെടുന്നുള്ളൂ. അതായത് നിങ്ങളുടെ വരുമാനം ടാക്സബിൾ ആയിട്ട് കണക്കാക്കുന്നതും നിങ്ങൾ ലെജിറ്റിമൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ലീഗലി
ടാക്സ് പേ ചെയ്യാൻ ബൈൻഡിങ് ആയിട്ടുള്ളത് വെറും 5 കോടി ആളുകളുള്ളൂ. ഈ 5 കോടി ആളുകൾ എന്ന് പറയുന്ന ടാക്സ് ബേസിനെ നമ്മളൊന്ന് എലാബറേറ്റ് ചെയ്യുന്നു, ഒന്ന് വലുതാക്കുന്നു. എന്നിട്ട് ഒരു 10 കോടി ആളുകളുടെ ടാക്സ് ബേസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് 10 കോടി ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഇനി ഇൻകം ടാക്സ് അടയ്ക്കാനായിട്ട് പ്രാപ്തിയുള്ള ലെജിറ്റിമൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ മാറ്റുന്നു. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ റിട്ടേൺസ് കൂടും. റിട്ടേൺസ് കൂടില്ലേ? നിങ്ങൾ ടാക്സ് റേറ്റ് കൂട്ടാതെ തന്നെ ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോ, കൂടുതൽ ആളുകൾ ഇൻകം ടാക്സ് അടയ്ക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ റിട്ടേൺസ് കൂടി. ഓക്കെ, സോ ടാക്സ് ബേസ് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി ഇന്നത്തെ ഡിസ്കഷനിലേക്ക് വരാം. നമ്മളുടെ ഡിസ്പോസിബിൾ ഇൻകം മനസ്സിലായി, ടാക്സ് ബേസ് മനസ്സിലായി. ഓക്കെ, ദെൻ GST റീഫോംസ് നമുക്ക് എല്ലാവർക്കും അറിയാം. 5%, 18% എന്ന് പറയുന്ന 2 സ്ലാബുകളിലേക്ക് മാത്രം. ദെൻ 0% അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ദെൻ 40% സിൻ ഗുഡ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലക്ഷറി ഗുഡ്സിന് വേണ്ടിയിട്ട് 40% എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, 12%ത്തിലുള്ള ഒരു 99% സാധനങ്ങളും ഇതിലേക്ക് വന്നു. നമ്മളുടെ 5% സ്ലാബിലേക്കും 28% ഉണ്ടായിരുന്ന ഒരു 90%ഓളം സാധനങ്ങളും ഇതിലേക്ക് വന്നു. 18% എന്ന് പറയുന്ന കണക്കിലേക്ക് വന്നു. സോ ഇതാണ് ബേസിക്കലി നമ്മളുടെ GST 2.0 റിഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ എന്താണ് ഇത് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത്? എന്താണ് ഇത് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത്? സോ ഇങ്ങനെ ടാക്സുകൾ കുറച്ചു കഴിഞ്ഞാൽ, ടാക്സ് റേറ്റ് കുറച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന് എന്ത് സംഭവിക്കും? സോ ടാക്സ് റേറ്റുകൾ കുറച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന് എന്ത് സംഭവിക്കും? നമ്മൾ ബേസിക് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ടാക്സ് റേറ്റുകൾ കുറച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ വരുമാനം കുറയും. സോ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ഈ വർഷം 48,000 കോടി രൂപയുടെ റവന്യൂ വരുമാനത്തിൽ ഇടിവുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തിൽ സാധ്യതയുണ്ട്? 48,000 കോടി രൂപയുടെ റവന്യൂ ലോസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ആർക്കുണ്ട്? നമ്മളുടെ ഗവൺമെന്റിന് ഉണ്ട്. 48,000 കോടി രൂപയുടെ റവന്യൂ ലോസ് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഈ പരിപാടി ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നാട്ടുകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? നാട്ടുകാർക്ക് വെൽഫെയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ? അങ്ങനെ വെൽഫെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവര് എങ്ങനെ പണം കണ്ടെത്തും? അതാണല്ലോ ഒരു ചോദ്യം. 48,000 കോടി രൂപ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? 48,000 കോടി രൂപയുടെ വെൽഫെയർ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും? ലോൺ എടുക്കുവോ? അതൊരു പ്രോബ്ലമാണ്. സോ ഇവിടെയാണ് ടാക്സ് ബേസിന്റെ കൺസെപ്റ്റ് വരുന്നത്. സോ there is a revenue loss. കാരണം 18% നിന്ന് എത്രയാണ്? 12% നിന്ന് 5%ലേക്കും 28% നിന്ന് 18%ലേക്ക് കുറച്ചിട്ടുണ്ട്. സോ ഒരു 48,000 കോടി രൂപയുടെ ടാക്സ് എന്ത് കുറയും? നമ്മളുടെ റവന്യൂ ലോസ് ഉണ്ടാകും. എന്നാൽ സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് എന്ത് വരികയാണ്? ഡിസ്പോസിബിൾ ഇൻകം കൂടുകയാണ്. അവര് ഇനി കുറച്ച് ടാക്സ് അടച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിസ്പോസിബിൾ ഇൻകം കൂടുകയാണ്. ഓക്കെ, സോ ടാക്സ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പോസിബിൾ ഇൻകം കൂടും. ഈ ഡിസ്പോസിബിൾ ഇൻകം ഇവര് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുവോ? ഡിസ്പോസിബിൾ ഇൻകം ഇവര് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുവോ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഡിസ്പോസിബിൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടിയിരുന്നു. ദെൻ ടാക്സുകളൊക്കെ കുറച്ചത് കാരണം നിങ്ങൾക്ക് 1,50,000 രൂപ നിങ്ങളുടെ കയ്യിലേക്ക് വരികയാണ്. നിങ്ങൾ ഈ 50,000 രൂപ എന്ത് ചെയ്യും? പലരും ഇത് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ ഇടും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ പലരും വീണ്ടും കൺസപ്ഷനുകൾ നടത്തും. ഇവർക്ക് മുന്നേ കൺസ്യൂം ചെയ്യാൻ പറ്റാതെ പോയിരുന്ന പല കാര്യങ്ങളും വീണ്ടും ഇവർ കൺസ്യൂം ചെയ്യും. സോ വീണ്ടും കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ മാരുതി സുസുക്കിയുടെ വില കുറയാണ്, അല്ലെങ്കിൽ മറ്റേ ക്രെറ്റയുടെ വില കുറയാണ്, നമ്മളുടെ ടാറ്റ പഞ്ചിന്റെ വില കുറയാണ്. അങ്ങനെ ഡിഫറെന്റ് കാറുകളുടെ മൊത്തത്തിൽ വില കുറയാണ്. 1 ലക്ഷം രൂപ മുതൽ 1,80,000 രൂപ വരെ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. AC-യുടെ വില കുറയുന്നു. സോ AC വാങ്ങിക്കാൻ പൈസ ഇല്ലാതിരുന്ന ആള്, ബഡ്ജറ്റ് ഇല്ലാതിരുന്ന ഒരു സാധാരണക്കാരൻ AC-യുടെ വില 20,000 രൂപ കുറയുന്നു എന്നൊരു വാർത്ത കേട്ടു, അല്ലെങ്കിൽ 5,000 രൂപ കുറയുന്നു എന്നൊരു വാർത്ത കേട്ട ഉടനെ EMI-യിൽ AC എടുക്കാനായിട്ട് പോകില്ലേ? പോകും. ഞാൻ ചിന്തിച്ചത് വേണമെങ്കിൽ നമുക്കൊരു കാറ് വാങ്ങിക്കാലോ എന്നുള്ളതാണ്. കാരണം എന്താണ്? 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ എടുത്ത് ഒരു കാറിന് വില കുറയാണ്. ഓക്കെ, സോ അതുപോലെ ആ ഒരു കൺസപ്ഷൻ പ്രാക്ടീസസ്, അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് എല്ലാ കൺസ്യൂമേഴ്സും ചെയ്യാനായിട്ട് തുടങ്ങും. ആ അവസരത്തിൽ എന്ത് പറ്റും? GST-യുടെ ടാക്സ് ബേസ് ഇൻക്രീസ് ആകും. എന്ത് ഇൻക്രീസ് ആകും? GST-യുടെ ടാക്സ് ബേസ് ഇൻക്രീസ് ആകും. GST-യുടെ ടാക്സ് ബേസ് ആരാ? കൺസ്യൂം ചെയ്യുന്ന ഓരോരുത്തരും
GST ടാക്സ് ബേസിൽ വരുന്ന ഒരാളല്ലേ? കാരണം എന്താണ്, ഇതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. എല്ലാ സെയിൽസിന്റെയും എല്ലാ ടാക്സുകളുടെയും ഒരു കോമൺ ടാക്സ് ആയിട്ടാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ GST ടാക്സ് ബേസ് ഇൻക്രീസ് ആകും. അങ്ങനെ സോ ഷോർട്ട് ടേമില് ഒരു റവന്യൂ ലോസ് വന്നു കഴിഞ്ഞാലും ലോങ് ടേമില് കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കാരണം, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് കാരണം എന്ത് പറ്റും? നമ്മളുടെ GST ടാക്സ് ബേസ്, അല്ലെങ്കിൽ GST ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണമുണ്ട്. അത് കാരണം എന്ത് പറ്റും? അത് കാരണം കൂടുതൽ റവന്യൂ ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ റവന്യൂ സർക്കാരിലേക്ക് വരാനായിട്ട്. സോ ഈ ഒരു 48,000 കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എമൗണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഒരു ഷോർട്ട് ടൈം നോക്കുവാണെങ്കിൽ എന്താണ്? ഷോർട്ട് ടൈം നോക്കുവാണെങ്കിൽ നമുക്കൊരു റവന്യൂ ലോസ് ഉണ്ട്, 48,000 കോടി രൂപയുടെ നഷ്ടമാണ്. എന്നാൽ ലോങ് ടൈം നോക്കുവാണെങ്കിൽ ഹൈലി പ്രോഫിറ്റബിൾ ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ഡിമാൻഡ്, കൺസപ്ഷണൽ ഡിമാൻഡ് കൂടുകയും കൂടുതൽ ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യാനായിട്ടും അതുവഴി എന്ത് പറ്റും? ഇപ്പൊ കൂടുതൽ ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, കൂടുതൽ ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്തു. കൂടുതൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പ്രൊഡക്ഷൻസ് കൂടും. ഓക്കെ, പ്രൊഡക്ഷൻസ് കൂടും. ദെൻ പ്രൊഡക്ഷൻസ് കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? എംപ്ലോയ്മെന്റ് കൂടും. എംപ്ലോയ്മെന്റ് കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? എംപ്ലോയ്മെന്റിന് ശമ്പളം കൊടുക്കണം. ശമ്പളം കൊടുക്കുമ്പോൾ അവർക്ക് വീണ്ടും കയ്യിൽ പൈസ കിട്ടുകയാണ്. ദെൻ അതുവഴി വീണ്ടും ഡിമാൻഡ് ചെയ്യും. സോ ഈ ഒരു സൈക്കിള് അവിടെ തുടർന്നുകൊണ്ട് പോകും. ദെൻ ഒരു പ്രശ്നവും കൂടി വരാം. എങ്ങനെയാണ് പ്രശ്നം വരുന്നത്? അതായത് ഇപ്പൊ കറന്റ് എന്താണ്? ഇപ്പൊ കറന്റ് നമ്മളുടെ ഫുഡ് ഇൻഫ്ലേഷൻ എവിടെയാണ് നിൽക്കുന്നത്? ഫുഡ് ഇൻഫ്ലേഷനോ? ഇയാൾ GST കുറിച്ച് പറഞ്ഞിട്ട് നേരെ ഇൻഫ്ലേഷൻ ചാപ്റ്ററിലേക്ക് പോയത് എങ്ങനെയാണ്? എല്ലാം കണക്റ്റഡ് ആണ്. ഫുഡ് ഇൻഫ്ലേഷൻ നിൽക്കുന്നത് നമ്മളുടെ ഒരു ലോയിലാണ്, 2.1%-ലേക്കാണ് നമ്മളുടെ ഇൻഫ്ലേഷൻ റേറ്റുകൾ വന്നു നിൽക്കുന്നത്, അല്ലെ? ഇന്നലത്തെ പത്രത്തിൽ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. സോ ടാക്സ് റേറ്റുകൾ കൂട്ടിക്കഴിഞ്ഞാൽ, ടാക്സ് റേറ്റുകൾ കുറച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡിസ്പോസിബിൾ ഇൻകം കൂടും. അതായത് ആളുകളുടെ കയ്യിൽ പണം കൂടുകയാണ്. നോർമലി ആളുകളുടെ കയ്യിൽ ഇത്രയും പണം ഉണ്ടായിരുന്നില്ല, പക്ഷെ പണപ്പെരുപ്പം കൂടി. പണപ്പെരുപ്പം കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് തുടങ്ങും. ഓക്കെ, ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് തുടങ്ങും. അങ്ങനെ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടുമോ? ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ. എന്താണ്? റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ, അല്ലെ? റൈസ് ഇൻ ജനറൽ ആയിട്ടുള്ള പ്രൈസ് ലെവലിൽ നിന്ന് റൈസ് ചെയ്യുന്നു. രണ്ട് ഫാക്ടറുകൾ ഞാൻ പറഞ്ഞു, പുഷ് ഫാക്ടർ ആൻഡ് പുൾ ഫാക്ടർ ഫോർ ഇൻഫ്ലേഷൻ. സോ ഡിമാൻഡ് പുൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക? ഇൻഫ്ലേഷൻ കൂടും. സോ കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അത് ഒരു ലോങ് ടൈമിൽ ഉള്ള ഒരു കാര്യമാണ്. ഇൻഫ്ലേഷൻ കൂടുവോ കൂടില്ല എന്നുള്ളതൊക്കെ ഒരു ലോങ് ടൈമിലുള്ള കാര്യമാണ്. പക്ഷെ ഇത് പ്രൊമിനന്റ്ലി നമ്മളുടെ കൺസപ്ഷൻ പാറ്റേണിനെ ചേഞ്ച് ചെയ്യും. ദെൻ കൂടുതൽ കൺസംഷൻ ചെയ്യും, ടാക്സ് ബേസുകൾ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇവിടെ എന്താ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് ഫിസ്ക്കൽ പോളിസിയാണ്. സോ നമ്മൾ ഒരു UPSC ആസ്പിറന്റ് എക്കോണമി പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? രണ്ട് കാര്യങ്ങളിലാണ് എക്കോണമി, മാക്രോ എക്കണോമിക്സിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മൊണേറ്ററി പോളിസി, രണ്ട് ഫിസ്ക്കൽ പോളിസി. ഈ മൊണേറ്ററി പോളിസിയും ഈ ഫിസ്ക്കൽ പോളിസിയും കൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? ഗവൺമെന്റ് ഇൻഫ്ലേഷനെയും ഗ്രോത്തിനെയും കൺട്രോൾ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ എക്കണോമിക്സ്. ഓക്കെ, സോ നിങ്ങൾ ഏത് എക്കണോമിക്സ് ടെക്സ്റ്റ് എടുത്തോ, അല്ലെ നിതിൻ സിംഗാനിയെ എടുത്തോ, അല്ലെങ്കിൽ നമ്മളുടെ രമേശ് സിംഗിന്റെ എക്കണോമിക്സ് ടെക്സ്റ്റ് എടുത്തോ, എന്താണ് മാക്രോ എക്കണോമിക്സിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഗവൺമെന്റ് മൊണേറ്ററി പോളിസി കൊണ്ടും ഫിസ്ക്കൽ പോളിസി കൊണ്ടും ഗ്രോത്തിനെയും നമ്മളുടെ ഇൻഫ്ലേഷനെയും കൺട്രോൾ ചെയ്യുന്നതിനെയാണ് മാക്രോ എക്കണോമിക്സ്, അല്ലെങ്കിൽ ബേസിക്കലി എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്കണോമിക്സ് എന്ന് പറയാൻ പറ്റില്ല. എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് വരും. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി ഈ രണ്ട് കാര്യങ്ങളും കൊണ്ട് ഗവൺമെന്റ് എന്ത് കൺട്രോൾ ചെയ്യുന്നു? ഗ്രോത്തിനെയും നമ്മളുടെ ഇൻഫ്ലേഷനെയും കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, സോ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇവിടെ ഫിസ്ക്കൽ പോളിസിയിൽ എന്ത് ചെയ്തു ഗവൺമെന്റ്? ടാക്സ് റേറ്റുകൾ കുറച്ചു. അതിനെയാണ് GST റീഫോം എന്ന് നമ്മൾ വിളിച്ചത്. ദെൻ ബാങ്ക് റേറ്റുകൾ, റിപ്പോ റേറ്റുകളും റിവേഴ്സ് റിപ്പോ റേറ്റുകളും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ മൊണേറ്ററി പോളിസി എന്ന് നമ്മൾ വിളിക്കും. സോ ഈ രണ്ട് കാര്യങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ്, ഇൻഫ്ലേഷനിലേക്കും ഗ്രോത്തിലേക്കും വഴിവെക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഡിസ്കഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഞാനിവിടെ പിക്ചർ ആഡ് ചെയ്യാനായിട്ട് മറന്നു. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇതിന്റെ താഴെ വരുന്ന നമ്മളുടെ എന്താണ്
നമ്മളുടെ നമ്മളുടെ ആർട്ടിക്കിൾ 498മായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഞാനിവിടെ പിക്ചർ ആഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. ഞാൻ ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അതുകൊണ്ടാണ് ഈ പിക്ചർ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് പഴയത്. നമ്മൾ കുറച്ച് നാൾ മുൻപ് ഇതേ സെയിം കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ ആർട്ടിക്കിൾ 498മായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇതേ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ എടുത്ത ആർട്ടിക്കിൾ ആണ്. സോ ആ ഒരു ആർട്ടിക്കിൾ മാത്രമാണ് ഇവിടെ ഡിസ്കഷൻ വന്നിരിക്കുന്നത്. പലരും ആർട്ടിക്കിൾ 498 എന്താണെന്ന് മറന്നു പോയിട്ടുണ്ട്. എനിക്കറിയാം ആർട്ടിക്കിൾ 498 എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നല് പലരുടെയും മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നുമില്ല, ആർട്ടിക്കിൾ 498 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ പറയുമ്പോൾ ഓർക്കും നമ്മളുടെ ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. സോ ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ട് അപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് കിട്ടി, ഒരു ചെറിയൊരു കത്തൽ നമ്മളുടെ മനസ്സിലേക്ക് വന്നു. ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ട് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. നമ്മളുടെ അലഹബാദ് ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് സുപ്രീം കോടതിയും ആ വിധിയെ അംഗീകരിച്ചു. ആർട്ടിക്കിൾ 98 നമ്മളുടെ അറസ്റ്റ്, അതായത് ഡൊമസ്റ്റിക് വയലൻസ് പ്രകാരം ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കൂൾ ഓഫ് പീരീഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം എന്ത് ചെയ്യും? പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാതെ 3 വർഷത്തെ തടവിന് ശിക്ഷിക്കാതെ എന്ത് ചെയ്യും? അത് ഒരു നോർമൽ കേസ് ആയിട്ട് മാറി, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കേസ് ആയിട്ട് മാറി. അത് ആർക്ക് റെഫർ ചെയ്യും? ഒരു അഡീഷണൽ ബോഡിക്ക് റെഫർ ചെയ്യും. ഓക്കെ, ഫാമിലി വെൽഫെയർ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യും. ഇതിനെയാണ് നമ്മളുടെ 498A എന്ത് റിഡക്ഷൻ, അല്ലെങ്കിൽ 498ന്റെ സെക്ഷനുകളിൽ ഉണ്ടാകുന്ന ചില മൂല്യച്യുതികൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഏതാണ് കേസ്? ശിവാംഗി ബൻസൽ വെസിസ് ഷഹീബ് ബൻസൽ കേസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. സോ ഇന്നത്തെ ന്യൂസിലെ ശിവാംഗി ബൻസൽ വെസിസ് ഷഹീബ് ബൻസൽ കേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് ഈ കേസിന്റെ ആധാരം? അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു കൂളിംഗ് ഓഫ് പീരീഡ്. എന്താണ് നമ്മളുടെ കൂളിംഗ് ഓഫ് പീരീഡുമായി ബന്ധപ്പെട്ട അലഹബാദ് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു ഗൈഡ് ലൈൻ ആണ്. അത് പിന്നീട് ശിവാംഗി ബൻസൽ വെസസ് ഷഹീബ് ബൻസൽ കേസില് ജൂലൈ 22-ലോ ജൂലൈ 17-ലോ ഉണ്ടായിരുന്ന വിധിയിൽ എന്ത് പറഞ്ഞു? സുപ്രീം കോടതി അത് അംഗീകരിച്ചു. അതായത് ഉടനടി നമ്മളുടെ പുരുഷനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, ഒരു FIR നമ്മളുടെ നമ്മളുടെ പോലീസിന്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ, പോലീസ് ഈ കേസ് ഫാമിലി വെൽഫെയർ കമ്മിറ്റിക്ക് റെഫർ ചെയ്യണം. അവരവിടെ ഒരു 3 മാസം എൻക്വയറിയും നമ്മളുടെ നമ്മളുടെ കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ട് ഈ കേസിൽ എന്തെങ്കിലും ധാരണ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കണം. എന്നിട്ട് മാത്രമേ FIR-ലേക്കും അറസ്റ്റിലേക്കും പോകാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അത് നമ്മളുടെ ബേസിക് വുമൻസ് റൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിളുകളിലും നമ്മുടെ മുന്നേ ഉള്ള ന്യൂസ് ആർട്ടിക്കിളുകളിലും പറയുന്നത്. സോ ആ ഒരു കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ശിവാംഗി ബൻസൽ വെസസ് ഷഹീബ് ബൻസൽ കേസ് ഓഫ് 2025. സോ അലഹബാദ് ഹൈക്കോടതിയുടെ കൂളിംഗ് ഓഫ് പീരീഡ് 498A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. എന്തൊക്കെ ലോസ് ആണ് ഇന്ത്യയിലെ വുമൻസിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ളത്. സോ അതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലെത്തി ഒന്ന് വായിച്ചു നോക്കുക. ഡീറ്റെയിൽ ആയിട്ടൊന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു. സോ ശിവാംഗി ബൻസൽ വേഴ്സസ് ഷഹീബ് ബൻസൽ. പലരും ഈ കേസ് മറന്നു പോയിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നതുകൊണ്ട് പലർക്കും മറന്നു പോയിട്ടുണ്ട്. സോ ഇപ്പൊ വീണ്ടും നമ്മൾ ന്യൂസ് വന്നപ്പോൾ നമ്മൾ വീണ്ടും അതൊന്ന് ഓർമ്മിച്ചു. ശിവാംഗി ബൻസൽ വേഴ്സസ് ഷഹീബ് ബൻസൽ കേസ്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു മാസം എത്തിക്കഴിയുമ്പോൾ, അതായത് കറണ്ട് അഫയേഴ്സ് ഒരു മാസം എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഈ മാസത്തെ കറണ്ട് അഫയേഴ്സ് എന്താണെന്ന് ഓർത്തിട്ട് അതൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ശിവാംഗി ബൻസലും ഷഹീബ് ബൻസലും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 498 പെട്ടെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കത്തിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമുക്ക് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും ഈ ഒരു കേസ് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി, തന്നെ എന്താണ് കൂളിംഗ് ഓഫ് പീരീഡ്, ഫാമിലി വെൽഫെയർ കമ്മിറ്റി, ഇതെല്ലാം നമുക്ക് ഓർമ്മ വരും. കണക്ഷൻ ചെയ്ത് നമുക്ക് ഓർമ്മ വരും. പക്ഷേ കൃത്യമായിട്ട് റിവൈസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. സോ ഇതാണ് നമ്മളുടെ തേർഡ് ആർട്ടിക്കിൾ ആയിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട ആർട്ടിക്കിളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ട് വേറെ എന്താണ് ഇന്നത്തെ ന്യൂസിൽ ഉണ്ടായിരുന്നത്. സോ എഡിറ്റോറിയൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ ആണ് വന്നിരിക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാരിറ്റി? അതായത് നമ്മളുടെ ഗവർണേഴ്സിന്റെയും പ്രസിഡന്റും ഒരു ബില്ലിൽ അടയിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ അല്ലയോ എന്നുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് ഒരു നമ്മളുടെ ഒരു എഡിറ്റോറിയൽ വ്യൂ അല്ലെങ്കിൽ എഡിറ്റോറിയൽ പോളിസി വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ.
ഓക്കെ, സോ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. പ്രസിഡൻഷ്യൽ റെഫറൻസ് അതൊരു അഡ്വൈസറി നേച്ചർ ആണ്. സുപ്രീം കോടതി പ്രസിഡന്റൽ റെഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ കോടതിയുടെ റെഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെറും അഡ്വൈസറി മാത്രമാണ്, അല്ലാണ്ട് പ്രസിഡന്റിന്റെ ബൈൻഡിങ് അല്ല എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് ന്യൂസ് നമ്മളുടെ ട്രേഡ് ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം, ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയൊരു കാര്യം ഇന്ന് ഓപ്പൺ എഡിറ്റോറിയൽ ആയിട്ട് വന്നിരിക്കുന്നു. ഓപ്പൺ എഡിറ്റോറിയൽ അല്ല, എഡിറ്റോറിയൽ പോളിസി ആയിട്ട് വന്നിരിക്കുന്നു. അതായത് നമ്മൾ ട്രേഡ് ഡെഫിസിറ്റ് കൂട്ടി അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് കുറച്ചു എന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റിലെ ട്രേഡ് ഡെഫിസിറ്റ് നോക്കിയിട്ട് നമ്മൾ അഹങ്കരിക്കേണ്ട. പകരം നമ്മളുടെ താരിഫുകളുടെ ഇംപ്ലിക്കേഷൻ, താരിഫുകളുടെ റെസ്പോൺസ് സെപ്റ്റംബറിലെ ട്രേഡിലായിരിക്കും കാണുന്നത്. ദ ഫുൾ എഫക്ട് ഓഫ് ദ 50% ടാരിഫ് വിൽ റിഫ്ലക്ട് ഇൻ സെപ്റ്റംബേഴ്സ് ട്രേഡ് ഡാറ്റ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെപ്റ്റംബറിലെ ട്രേഡ് ഡാറ്റ വരട്ടെ എന്നിട്ട് നമുക്ക് ടാരിഫിന്റെ ഇംപ്ലിക്കേഷൻസ് നോക്കാം. സോ അത് തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ഓപ്പൺ എഡിറ്റോറിയൽ പോളിസിയിലും വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെക്ഷനിൽ എന്താ വന്നിരിക്കുന്നത്? അമേരിക്കൻ പൊളിറ്റിക്സ് ആസ് എ പവർ കേക്ക്. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ ചാർലി കിർക്കിന്റെ ഷോട്ട് ഡൗൺ ചെയ്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മരിച്ചു പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് ബ്രീഫായിട്ട് ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. സോ ഒരു റൈറ്റ് വിംഗ് പൊളിറ്റീഷ്യൻ ആണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ UPSC പെർസ്പെക്റ്റീവില് അത്ര ഇമ്പോർട്ടൻസ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനെ വേർഡ് ബൈ വേർഡ് അല്ലെങ്കിൽ പോർഷൻ ബൈ പോർഷൻ എടുത്ത് ഡിവൈഡ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കാറുണ്ട്. സോ നിങ്ങളിതൊന്ന് അറിഞ്ഞിരിക്കുക, വിട്ടേക്കുക. എന്നിട്ട് then നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് സമയം ചെലവഴിക്കുക. ഒരു പത്രത്തിൽ അധികം ന്യൂസുകളില്ലെങ്കിൽ നിങ്ങൾ ന്യൂസുകൾ തെരഞ്ഞ് കണ്ടുപിടിച്ച് അത് കൃത്യമായിട്ട് പഠിച്ചിട്ടേ പോകുള്ളൂന്നൊന്നും വേണ്ട. മുന്നിൽ വരുന്ന വാർത്തകളൊന്ന് പഠിക്കുക, പോവുക. ദെൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. പ്രിലിംസ് പെർസ്പെക്റ്റീവില് നിങ്ങളുടെ ക്വസ്റ്റ്യൻസുകൾ അനലൈസ് ചെയ്യുന്ന ഒരു സെഷൻ നമുക്ക് എന്തായാലും ഉണ്ടാവും. പ്രിലിംസ് പെർസ്പെക്റ്റീവില് ന്യൂസ് അനാലിസിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂസ് പെർസ്പെക്റ്റീവിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കിട്ടുവാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ആ സെഷൻസ് നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളുടെ പെർസ്പെക്റ്റീവ് ബിൽഡിങ്, ദെൻ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. പലപ്പോഴും ഈ ടാക്സ് ബേസ് എന്താണെന്നോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകം എന്താണെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. ഡിസ്പോസിബിൾ ഇൻകം അതൊരു ഇൻകം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ തടിയൂരാനായിട്ട് ശ്രമിക്കും. പക്ഷേ ആ കൺസെപ്ച്വൽ ക്ലാരിറ്റീസ് ബിൽഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ നമ്മളുടെ ഡിസ്കഷനുകളിൽ ശ്രമിക്കുന്നത്. സോ ഈ ഒരു ഡിസ്കഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിലും മുന്നോട്ട് പോകാം. ഓക്കെ.